ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ നെയിം എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ്. നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പേരെങ്ങനെ നമുക്ക് മാറ്റാമെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പിന്നെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നുവെച്ചാൽ മോഡലായിട്ട് ഒരു പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു 3 ഡോട്ട് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. എന്നുവെച്ചാൽ ഇവിടെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പിന്നെ ഫസ്റ്റ് തന്നെ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് സീ മോർ ഇൻ അക്കൗണ്ട് സെൻറ്റർ എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻ വരുന്നതാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ നമ്മുടെ പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പേര് ഇവിടെ കാണാൻ സാധിക്കും. എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാട്ടുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ഒരു അക്കൗണ്ടാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ ഒരു അക്കൗണ്ടിൻ്റെ യൂസറിനെ ഇവിടെ കാട്ടുന്നതാണ്. അതിലെന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് എത്ര അക്കൗണ്ട് ഉണ്ടെന്ന് വെച്ചാൽ അതിവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഏത് ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പേരാണോ മാറ്റുന്നതെന്ന് വെച്ചാൽ ആ പേരിൽ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 3 ഓപ്ഷനാണ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് നെയിം എന്ന് കാണാൻ സാധിക്കും, അതിലെന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെയിം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ 3 കളറിലേക്കും കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫസ്റ്റ് നെയിം ചേഞ്ച് ചെയ്യാം. അതുപോലെ യൂസർ നെയിം ക്ലിക്ക് ചെയ്തുകൊണ്ട് യൂസർ നെയിം ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശേഷം നിങ്ങൾ ചേഞ്ച് ചെയ്തതിനു ശേഷം അടിയിലായിട്ട് റിവ്യൂ ചേഞ്ച് എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ പിന്നെ അടിപൊളി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.